ഹായ് ഓൾ. അടുത്ത 10th ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ നമ്മുടെ കേരള PSC ലെവലിലുള്ള മത്സര പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. വെൽക്കം ടു അഡ 24/7 മലയാളം ചാനൽ. അപ്പം നമ്മൾ ഏത് നവോത്ഥാന നായകന്മാരെ പഠിച്ചാലും അവരുടെ ജന്മസ്ഥലം അത് വളരെ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കുക. ജന്മസ്ഥലം മാത്രമല്ല, ജനിച്ച വർഷവും അതുപോലെ മാസവും ഡേറ്റും ഒക്കെ ഓർത്തിരിക്കണം. ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതി, ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഇദ്ദേഹം ജനിച്ച സ്ഥലം കൊല്ലൂർ കണ്ണമൂലയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമൂലയിൽ ചട്ടമ്പി സ്വാമികൾ ജനിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം പണ്ടൊരിക്കലും പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം ഏത്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. വീട്ടു പേര് പഠിക്കുക. ജന്മഗൃഹം ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂർക്കോട് വീട്. അച്ഛൻ്റെ പേര് വാസുദേവ ശർമ്മ, അമ്മയുടെ പേര് നങ്ങേമ. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ പേരാണ് കുഞ്ഞൻപിള്ള എന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ 1924 മെയ് മാസം 5-ന് സമാധിയായി. 1924 മെയ് 5-നാണ് ഇദ്ദേഹം സമാധിയാകുന്നത്. അതും ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഈ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാര്. ഇപ്പൊ ചട്ടമ്പി യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ബാല്യകാലത്തിലെ പേര് നമ്മൾ പറഞ്ഞു, ബാല്യകാലത്തിൽ അതേ കുഞ്ഞൻപിള്ള. പിന്നെ എങ്ങനെ ചട്ടമ്പിയായി? അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ബാല്യകാലത്തിലെ ഗുരു. അപ്പോൾ ഈ ഗുരുവിൻ്റെ കളരിയിൽ ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ കുറച്ച് പ്രായം ചെന്ന ആളാണ്. അപ്പോൾ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ഗുരു ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ ബാക്കി കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്ത് അതിൽ നിന്നും ഇദ്ദേഹത്തിന് കിട്ടിയ പേരാണ് ചട്ടമ്പി. അതായത് പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ ഗുരു കളരിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ചട്ടമ്പി എന്ന പേര് കിട്ടുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വേറെ ഗുരുക്കന്മാരാണ് വടിവേശ്വരം വേലുപ്പിള്ള, തെക്കാടയ്യ സ്വാമികള്, സുബജടാപാടികള്. ശ്രീനാരായണ ഗുരുവിൻ്റെയും അതുപോലെ ചട്ടമ്പി സ്വാമികളുടെയും ഗുരു ആരാന്ന് ചോദിച്ചാൽ അത് തൈക്കാടയ്യ സ്വാമികളാണ്. ആദ്യകാല ഗുരു ചോദിച്ചാൽ അത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. അതായത് ചട്ടമ്പിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ജാതിമത ചിന്തകൾക്കും അപ്പുറം മനുഷ്യ പുരോഗതിക്കായിട്ട് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ജാതിമത ചിന്തകളൊക്കെ അതിൻ്റെ പുറകെ മതി. ഫസ്റ്റ് നമ്മുടെ മനുഷ്യ പുരോഗതി ഉണ്ടാകണം. മനുഷ്യ പുരോഗതിക്ക് വേണ്ടി വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് അദ്ദേഹം പറയുന്നതാണ്, അബ്രാഹ്മണർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട്. ഇത് വേദാധികാര നിരൂപണം എന്ന കൃതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പണ്ട് പറഞ്ഞത് ബ്രാഹ്മണർക്ക് മാത്രമേ വേദം പഠിക്കുവാനുള്ള അവകാശമുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് മാത്രമല്ല, അബ്രാഹ്മണർക്കും ബ്രാഹ്മണരല്ലാത്തവർക്കും വേദം പഠിക്കാം. എന്താ പ്രശ്നം എന്ന് ചട്ടമ്പി വാദിക്കുന്നുണ്ട്. പിന്നെയോ സർവലോകവും ഏക മനസ്സാണ്, മനസ്സുകൾക്കിടയിൽ ശൂന്യതയില്ല. അത് ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ്. വിദ്യയും വിത്തവും ഉണ്ടായെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതായത് അയിത്തം അറബിക്കടലിൽ തള്ളണം. കാരണം ഇദ്ദേഹം നായർ സമുദായത്തിൽ ജനിച്ച ആളാണ്. അത്യാവശ്യം ഒരു ഉയർന്ന ജാതിയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ
നമ്മുടെ സമൂഹത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളോട് കാണിക്കുന്ന നിന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന ഒക്കെ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അയിത്തം അറബിക്കടലിൽ തള്ളണം, അനുകമ്പയായ സ്നേഹത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ നമ്മുടെ ഈ ജാതി വ്യവസ്ഥയുണ്ടല്ലോ, ഈ ജാതി വ്യവസ്ഥയുടെ കെടുതികൾ അത് ഇല്ലാതാക്കാനായിട്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക അല്ല വേണ്ടത്, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതി ബോധത്തെ അടിച്ച് പുറത്തിറക്കുകയാണ് വേണ്ടത് എന്ന് ചട്ടമ്പി സ്വാമികൾ അഭിപ്രായപ്പെട്ടു. ഇദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ക്ലർക്കായിട്ട് ജോലി നയിച്ചിട്ടുണ്ട്. വേണേ അങ്ങനെയും ചോദിക്കാം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഉപജീവന മാർഗം നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഇദ്ദേഹം ജാതി വ്യവസ്ഥ വളരെ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹം പട്ടിഭോജനം നടത്തി. ജാതി വ്യവസ്ഥയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ അതും ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ഇദ്ദേഹത്തെ നമ്മൾ ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ, പരമഭട്ടാരകൻ, ഷൺമുഖദാസൻ, വിദ്യാധിരാജൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കാഷായമില്ല, കമണ്ഡലമില്ല, കാഷായം ധരിക്കാത്ത സന്യാസി, വിദ്യാധിരാജനാണ്, ഷൺമുഖദാസനാണ്, പരമഭട്ടാരനാണ്, ബാലഭട്ടാരൻ, ശ്രീ ഭട്ടാരകൻ എന്നീ പേരുകളിലൊക്കെ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം കിട്ടുന്നത് വടിവേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇദ്ദേഹത്തെ വടിവേശ്വരത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം കിട്ടുന്നത്. ഈശ്വരം ഇദ്ദേഹം അഗ്രഗണ്യനായിരുന്ന ചികിത്സാ രീതി ചോദിച്ചാൽ അത് സിദ്ധവൈദ്യമാണ്. ചട്ടമ്പി സ്വാമികൾ അഗ്രഗണ്യനായിരുന്ന ചികിത്സാ രീതിയാണ് സിദ്ധവൈദ്യം. ഈ ചട്ടമ്പി സ്വാമികളാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദന് ചിന്മയമുദ്രയുടെ മഹത്വം പറഞ്ഞു കൊടുത്തു. സ്വാമി വിവേകാനന്ദന് ചിന്മയമുദ്രയുടെ മഹത്വം പറഞ്ഞു കൊടുത്ത വ്യക്തി ചട്ടമ്പി സ്വാമികളാണ്. കിട്ടുന്നുണ്ടല്ലോ. ഇനി ഈ ചട്ടമ്പി സ്വാമികൾ നമ്മുടെ കേരളത്തിലൊക്കെ അന്ന് ഭയങ്കര ജാതി വ്യവസ്ഥയാണ്. ആ സമയത്ത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചിട്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥ കണ്ടിട്ട് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം കേരളത്തെ എന്തുകൊണ്ടാണ് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? നമ്മുടെ കേരളത്തിലെ ജാതി വ്യവസ്ഥ കണ്ട്. അപ്പം ചട്ടമ്പിയെ കണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുക് മാത്രമാണ് എന്ന് ചട്ടമ്പി പറയുന്നത് ആരെക്കുറിച്ചാണ്? അത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നത് എന്താണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് വൺ, ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളുണ്ട്, അത് പഠിച്ചിരിക്കണം. അത് ഇതിലെ ചട്ടമ്പിയുടെ കൃതി ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, അദ്വൈത ചിന്താ പദ്ധതി, മോക്ഷപ്രദീപ ഖണ്ഡനം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്നൊരു കൃതിയുണ്ട്. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ എതിർക്കുന്ന ചട്ടമ്പിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. നിജാനന്ദ വിലാസം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, വേദാന്ത സാരം, കേരളത്തിലെ ദേശനാമങ്ങൾ, ക്രിസ്തുമത നിരൂപണം, ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിനകത്തില നമ്മുടെ ചട്ടമ്പി സ്വാമികൾ, നമ്മൾ മനുഷ്യൻ്റെ ആദി ഭാഷ തമിഴാണ്, മനുഷ്യൻ്റെ ആദി ഭാഷ തമിഴാണ് എന്ന് വാദിക്കുന്ന ചട്ടമ്പിയുടെ കൃതി ചോദിച്ചാൽ അത് ആദിഭാഷ തന്നെയാണ്. മനുഷ്യൻ്റെ ആദി ഭാഷ തമിഴാണ്. പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം.
പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമാണ് എന്ന വാദം എതിർക്കുന്ന ചട്ടമ്പിയുടെ കൃതി ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു, സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ചട്ടമ്പിയുടെ കൃതി ചോദിച്ചാൽ അത് വേദാധികാര നിരൂപണമാണ്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് സവർണന് മാത്രമേ വേദങ്ങൾ പഠിക്കാൻ പറ്റൂ, സവർണന് മാത്രമല്ല അവർണനും വേദം പഠിക്കാം എന്ന് പറയുന്ന ചട്ടമ്പിയുടെ കൃതി വേദാധികാര നിരൂപണം. ഈ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ച് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാന്ന് ചോദിച്ചാൽ അത് വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ചാണ്. ഇപ്പൊ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാന സൂചകമായിട്ട് 2014 ഏപ്രിൽ മാസം 30 തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹം 2014 ഏപ്രിൽ 30 പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് മാസം 25 നമ്മൾ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചു, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നീ കൃതികളുടെ കർത്താവായ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചട്ടമ്പി സ്വാമികളാണ്. അത് PYQ ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നമ്മുടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നടത്താറുണ്ടായിരുന്നു. മൃഗബലി അതായത് ദൈവപ്രീതിക്ക് വേണ്ടി മൃഗങ്ങളെ വധിക്കുന്നു, അതിനെയാണ് മൃഗബലി എന്ന് പറയുന്നത്. അപ്പം ഈ മൃഗബലി എന്ന ചടങ്ങ് തിരുവിതാംകൂറിൽ റാണി സേതുലക്ഷ്മി ബായി പിന്നീട് വേണ്ടെന്ന് വെച്ചു, അത് ബാൻ ചെയ്തു. അപ്പം റാണി സേതുലക്ഷ്മി ബായി തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിക്കാൻ കാരണം ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് സേതുലക്ഷ്മി ബായി തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള മൃഗബലി നിരോധിച്ചത് ഓർത്തു വെച്ചേക്കുക. അതുപോലെ 1882 നമ്മുടെ ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അണിയൂർ ക്ഷേത്രം അത് ചെമ്പഴന്തിക്കടുത്ത് വെച്ചിട്ടാണ്, അതും ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മുടെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധിക്കുള്ളൂ. അനുകമ്പയായ സ്നേഹത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്നൊക്കെ പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട്, കൃതികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സെഷൻ എല്ലാ ദിവസവും രാവിലെ 9:30 അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ അഡാ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ നമ്മുടെ ഓണ ഓഫർ അവൈലബിൾ ആണ്. ഓണ ഓഫർ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിനൊക്കെ ഡബിൾ വാലിഡിറ്റി ആണ്. അതോടൊപ്പം 27% ഡിസ്കൗണ്ടും ദെൻ നിങ്ങൾക്ക് കുറേ ഫ്രീ ഗിഫ്റ്റുകളും ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു ഡിസ്കൗണ്ട് കോഡുണ്ട്. ആ കോഡ് മറക്കണ്ട, Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് അവിടെ അഡാ 24/7 മലയാളം കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ അവിടെ കുറേ കോഴ്സുകൾ അവൈലബിൾ ആണ്. മെഗാ പാക്ക് ഉണ്ട്, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ക്രാഷ് ബാച്ച് ഉണ്ട്, ICDS ക്രാഷ് ബാച്ച് ഉണ്ട്, RRB NTPC ഇപ്പോൾ വന്ന നല്ലൊരു നോട്ടിഫിക്കേഷനാണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ SIയുടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് ഉണ്ട്, ദെൻ നമ്മുടെ ഹൈക്കോർട്ട് OAയുടെ ബാച്ച്, SSC GD PSC ഫൗണ്ടേഷൻ ബാച്ചൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NTPC ആണ്, ഏത് കോഴ്സാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇത് വാഡ 24/7 മലയാളം കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇവിടെ RRB NTPC ബാച്ച് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ബാച്ചിലെ ടെസ്റ്റ് സീരീസ്, എത്ര ടെസ്റ്റ് സീരീസ് ഉണ്ട്, അതായത് അതുപോലെ എത്ര ബുക്ക് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ എല്ലാ കോഴ്സുകളും ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ. ആ മോക്ക് ടെസ്റ്റ്, റിവിഷനും മെൻ്റൽ സപ്പോർട്ടും നോട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് RRB NTPC ഈ മാസം 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണ് RRB NTPCയുടെ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും. കോഡ് മറക്കണ്ട, Y362 Y362 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. 2238 രൂപയാണ്, അതായത് 27% ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടുന്നത്. ഫിൽ ഡീറ്റെയിൽസിൽ മക്കളെ പേരും ഫോൺ നമ്പറും കൊടുക്കാം. 3ാമത് പേയ്മെൻറ്റ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ കോഴ്സ് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ അഡ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അവിടെ 2ാമത് സ്റ്റേറ്റ് എക്സാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 3ാമത് നമ്മുടെ കേരള വരും. ആ കേരളയിലേക്ക് ചെല്ലുമ്പോൾ മൈ കോണ്ടന്റിൽ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും, ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, ബുക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കോഡ് Y362 Y362 എന്ന കോഡ് ഉപയോഗിച്ച് എല്ലാ കോഴ്സിനും ഈ ഓണം സ്പെഷ്യൽ ഓഫർ അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം ബുക്കും ടെസ്റ്റ് സീരീസും ഒക്കെ ഉണ്ട്. സോ മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 10:30 ഒരു സെഷൻ ഉണ്ട്. അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലായ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.